നമുക്ക് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ബാലസ്റ്റ് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമുക്കൊരു കെ ഒ ടി വിട്ടിട്ട് നമുക്കൊരു ബില്ല് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു, ലോഗിൻ ചെയ്തു. ഓക്കെ, ലോഗിൻ ചെയ്ത് വരുമ്പോഴുള്ള ഹോം സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ബില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഇടത് സൈഡിൽ മുകളിൽ POS ബില്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നിലവിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾസ് ഫുള്ള് നമുക്കിവിടെ കാണാം. T1, T2, T8 വരെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടേബിൾ നമ്പർ 4-നകത്താണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ടേബിൾ നമ്പർ 4 നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ നമ്പർ 4 ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി അടിച്ചിരിക്കുന്ന ഐറ്റംസ് ഫുള്ള് നമുക്കിവിടെ കാണാം. ഇനി കാറ്റഗറി വൈസ് നമുക്ക് സെലക്ട് ചെയ്ത് ഐറ്റം നമുക്ക് ബില്ല് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ ആദ്യം മന്തി എന്ന് പറയുന്ന ഈ ഒരു സെലക്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കവിടെ ചിക്കൻ പെരി പെരി മന്തി ക്വാർട്ടർ ഇത് ക്ലിക്ക് ചെയ്തു. 2 ക്വാണ്ടിറ്റി കൊടുത്തു. അതിനുശേഷം ഹണി ചിക്കൻ മന്തി ഹാഫ് 1 ക്വാണ്ടിറ്റി കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ പ്രിൻറ്റ് KOT ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ KOT പ്രിൻ്റ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു KOT പ്രിൻ്റ് ചെയ്തു. അപ്പോൾ T4 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനകത്താണ് നമ്മളൊരു KOT പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ T4 എന്ന് പറയുന്ന ഈ ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഡർ കാണാം. അതിനകത്തുള്ള 2 ഐറ്റംസ് ആണ് ഇത് രണ്ടും. ഇനി ഈ ഓർഡറിലോട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനായി ഇവിടെ ആഡ് ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഐറ്റം അതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്ന രീതിയിൽ വന്ന് നിൽക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നമ്മുടെ കാറ്റഗറിക്കകത്ത് വന്ന് ജ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജ്യൂസ് ഐറ്റംസ് ഫുള്ള് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് ഞാൻ ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് 2 ക്വാണ്ടിറ്റി കൊടുത്ത് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്രിൻ്റ് KOT ക്ലിക്ക് ചെയ്തു. പ്രിൻ്റ് KOT ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതും KOT പ്രിൻ്റായി. അതിനുശേഷം നമ്മളിവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിപ്പം അതിൻ്റെ ടേബിൾ T4 എന്ന് പറയുന്ന ഈ ടേബിളിനകത്ത് ബില്ല് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ T4 ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 ഐറ്റവും നമുക്കിവിടെ വന്നു. ലാസ്റ്റ് അടിച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും ഇവിടെ നമുക്ക് കാണാം. ഇനി അടുത്തായി നമുക്കിവിടെ ക്യാഷ്, UPI, കാർഡ്, ക്രെഡിറ്റ്, സ്പ്ലിറ്റ് പേയ്മെൻറ്റ് ഈ 5 ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഇതിനകത്ത് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രിൻ്റ് ബിൽ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബില്ല് പ്രിൻ്റായി നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ബാലസ്റ്റ് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ KOT പ്രിൻ്റ് ചെയ്യുന്നതും. താങ്ക് യു വെരി മച്ച്.